അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫുകാരായ ആളുകൾക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വലിയ കാര്യം യത്തീംഖാനകൾ എന്നതല്ല. യത്തീംഖാനകളെക്കാൾ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും പ്രവാസികൾക്ക് ഈ മർക്കസിൻ്റെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നത് പ്രൗഢമായി ഗാംഭീര്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ശരീഅത്ത് കോളേജുകളാണ്. ആ ശരീഅത്ത് കോളേജുകൾ ഇവിടെ സജീവമായി നിലനിൽക്കുമ്പോൾ അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ ഖുർആൻ മനഃപ്പാഠമുള്ളവർ കൂടിയാണെങ്കിൽ അവർക്ക് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും വലിയ സ്വീകാര്യതയാണ്. UAE-യിൽ തന്നെ ധാരാളം പള്ളികളിൽ മർക്കസിൽ നിന്ന് പഠിച്ച പണ്ഡിതന്മാർ പള്ളികളിൽ ഇമാമുമാരാണ്. അവർക്ക് ഖുർആൻ മനഃപ്പാഠമുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദവുമുണ്ട്. അതോടൊപ്പം ഇസ്ലാം മതത്തിന് ശേഷം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ചലനങ്ങളും അറിയാൻ കഴിയും. പ്രവാസികൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വേദിയാണ്. കുടുംബിനെയും കൊണ്ടുവന്ന് ഒന്ന് സന്തോഷിക്കുവാനുള്ള ഒരു വേദി, നമ്മളെ വിയർപ്പ് കൊണ്ട് നാം ഉണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ ചലനങ്ങൾ അറിയാനുള്ള ഒരു വേദി. മൂന്നാമതായി ഈ സ്ഥാപനം വലിയ ബർക്കത്തുള്ള ഒരു സ്ഥാപനമാണ്. മക്കത്തുൽ മുക്കറമയിലെ മുദരിസായി സേവനം ചെയ്തിരുന്ന ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മഹാനവർകൾ മക്കയിലെ മുദരിസായിരുന്നു. ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ എന്ന കിതാബ് അദ്ദേഹത്തിൻ്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വളരെ വിശദമായി പ്രതിപാദിക്കുന്ന അൽ ഇൻസാനുൽ കാമിൽ മഫാഹീമു യജിബു അൻ തുസഹഹ എന്ന വേറൊരു കൃതി PMKYC മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആ കിതാബ് മലയാളത്തിലൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇതിൽ കുറേ ആളുകൾ സഖാഫികളും സാദികളും ദാരിമികളും മറ്റു പണ്ഡിതന്മാരുമൊക്കെ ആയതുകൊണ്ട് ആ കിതാബ് തന്നെ ഓതിയവരും ഉണ്ടാകും. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്ന ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കിയുടെ തൃക്കരങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ തറക്കല്ലിടൽ നടന്നത്. രണ്ടാമത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ജൂബിലി ആഘോഷവേളയിൽ കോഴിക്കോട്ട് വന്ന് സമസ്ത സെൻറ്ററിൻ്റെ തറക്കല്ലിട്ടതും അദ്ദേഹത്തിൻ്റെ കൈകളാണ്. അങ്ങനെ മുത്തബറക്കായ കൈകൾ കൊണ്ടാവണം നമ്മളെ വീടും നമ്മളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമൊക്കെ തറക്കല്ലിടുന്നത് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ഈ മർക്കസും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിൽ എന്നും ഉറച്ചു നിൽക്കുന്ന ഒരു ബന്ധമാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നാലാമതായി നമ്മുടെ ഉമ്മത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം ഏതാണ്? എഞ്ചിനീയർമാർ നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട്, ഡോക്ടർമാർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇവിടെ ആളുണ്ട്. ഗ്യാപ്പുള്ള ഒരു മേഖല ഏതാണ്? ലീഡർമാർ ഇല്ല എന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. മഹല്ലിൽ ആരാണ് ലീഡർ? ഓരോരുത്തരും ആലോചിക്കുക. എൻ്റെ മഹല്ലിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ബോധമുള്ള ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നാട്ടിലെ മുഴുവൻ ആളുകളെയും നമ്മുടെ ദർശനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള, സാമ്പത്തിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന ലീഡർമാർ എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആ ഗ്യാപ്പിലൂടെയാണ് ഇവിടെ ബിദ്അത്തുകാർ കയറുന്നത്. പണമുള്ളവരുടെ പണം മുഴുവനും
സക്കാത്തിൻ്റെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കി ആ പണം മുഴുവനും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. മറ്റൊരു ഭാഗത്ത് തമ്മാടികളായി നടക്കുന്ന ആളുകൾ, വരൂ നിങ്ങളെ ഞങ്ങൾ കൾച്ചർ ചെയ്തെടുക്കാമെന്ന് പറയുന്ന ധാരാളം സംഘടനകൾ കേരളത്തിൽ പൊട്ടിമുളക്കുകയാണ്. അവിടെയെല്ലാം നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരമ്പരാഗത മുസ്ലിംകൾക്കാണ്. വേറെ ആർക്കും ഒരു നഷ്ടമില്ല. നമുക്കാണ് നഷ്ടം വരുന്നത്. നമ്മളെ കുട്ടികളാണ് എല്ലാറ്റിലേക്കും വിഭജിക്കപ്പെടുന്നത്. ബാക്കി എല്ലാവർക്കും ലാഭമാണ്. കാരണം വൈകുന്നേരമാകുമ്പോഴേക്ക് അവരുടെ ചാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും നമ്മുടെ പണവും നമ്മുടെ കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ നല്ല ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്ന ആ ഒരു വലിയ ആശയമാണ് ഇപ്പോൾ മർക്കസ് ഏറ്റവും അവസാനമായി മലപ്പുറത്ത് ആരംഭിച്ച സ്ഥാപനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ലീഡേഴ്സിനെ ഉണ്ടാക്കുക. ഒരു ലീഡർ ഉണ്ടാകണമെങ്കിൽ നല്ല അധ്വാനമാണ്. നമ്മളിന്ന് വീടുണ്ടാക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും വീടുണ്ട്. എല്ലാവരും വീട് പണി കൊണ്ട് കടം വന്നവരാണ്. ഗൾഫിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീടുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങുകയാണ്. ഹറാമായ ഇടപാടുകളിലൂടെ വലിയ വീടുകൾ ഉണ്ടാക്കി അത് തിരിച്ചടക്കാൻ കഴിയാത്ത പ്രയാസത്തിൽ ഒന്ന്. രണ്ടാമത്, ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ലോൺ വാങ്ങിയിട്ട് വീടുണ്ടാക്കുന്നു. പിന്നീട് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്നു. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയാൽ ആ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ പോലും കഴിയാത്ത പ്രയാസങ്ങൾ ഇന്ന് പ്രവാസികളുടെ സ്വഭാവമായി മാറിയിട്ടുണ്ട്. എങ്കിൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ അവിടെ നാം കാണുന്നത് കിടന്നുറങ്ങാനുള്ള കട്ടിലും വിസർജിക്കുവാനുള്ള ബാത്റൂമും ഭക്ഷണമുണ്ടാക്കാനുള്ള കിച്ചണും, ഇത് മൂന്നും വളരെ ഉഷാറാണ്. അത് മൂന്നും ആ വീട്ടിൽ ഉഷാറായി നടക്കുന്നുണ്ട്. കട്ടിലിൽ ഉറങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ മണിക്കൂർ ഇന്ന് വീടുകളിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറക്കം എന്നതാണ്. മറ്റൊന്ന്, നല്ല ഫുഡ്. ആ ഫുഡ് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുറത്തേക്ക് ഓർഡർ ചെയ്ത് ഏറ്റവും നല്ല ഫുഡ്, നല്ലത് എന്നാണ് അതിൻ്റെ പേരെങ്കിലും അത് മുഴുവനും രാസപദാർത്ഥങ്ങളും കെമിക്കലും ചേർന്നതാണ്. ആ ഭക്ഷണം കഴിച്ച് രോഗമായി ആ രോഗികൾ മുഴുവനും ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തടിച്ചു വളരുന്നത് ആശുപത്രിയുടെ ഓണേഴ്സാണ്. രോഗികൾ മരുന്ന് കഴിക്കുന്നു, ഡോക്ടറുടെ തടി നന്നാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആശുപത്രിയുടെ ഓണേഴ്സിൻ്റെ തടി നന്നാകുന്നു. ഈ ഒരു സങ്കടങ്ങൾ ഓരോ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസികൾ ആലോചിക്കണം, ഈ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളിലേക്ക് മനസ്സിന് ശക്തി നൽകുന്ന എന്ത് ഘടകമാണ് ആ വീട്ടിലുള്ളത്? ആ വീട്ടിലെ കുട്ടികൾക്ക് മാനസികമായ നന്മ ലഭിക്കുവാൻ എന്താണ് ആ വീട്ടിലുള്ളത്? അതിവിടെ നൽകുവാനുള്ള ഏറ്റവും വലിയ പ്രചോദന കേന്ദ്രമാണ് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം. മർക്കസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായി പഠിച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും ചേരുമ്പോൾ അത് ലക്ഷങ്ങളാണ്. 2-3 ലക്ഷം ആളുകൾ നമ്മുടെ ഹൈസ്കൂളുകളിൽ നിന്ന് തന്നെ 10,000 ഓരോ വർഷവും പഠിച്ചു പുറത്തു വരികയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഹാദിയയുടെ 100 ചില്ലാനം ക്യാമ്പസുകൾ മർക്കസിൻ്റെ കീഴിൽ വളരുകയാണ്. ചെറിയ കുട്ടികൾ LKGയിൽ പഠിക്കുമ്പോൾ തന്നെ ഖുർആൻ ഹിഫ്ളാക്കാൻ അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ZQ, ആദ്യമായി അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഏതോ ചില കക്ഷികൾ ആരംഭിച്ചു എന്ന് കേട്ടപ്പോൾ 3 ആളുകളെ ആ കോഴ്സ് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ശൈഖുന ഉസ്താദ് അവർകൾ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. 3 ആളുകൾ. ആ 3 ആളുകൾ ഈജിപ്തിൽ പോയി ആ സംവിധാനത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കി കേരളത്തിൽ വന്ന ഉടനെ അത് ആരംഭിച്ചു. അതാണ് ZQ. ഇന്നത് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും വളരെ അന്തസ്സോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വീട്ടിൻ്റെ ഉള്ളിലും ഇന്ന് നമ്മുടെ ആശയങ്ങൾ എത്തുകയാണ് സുന്നി വോയിസിലൂടെ.
റിസാല വാരികയിലൂടെ, സുന്നത്ത് മാസികയിലൂടെ, അതുപോലെ ഓൺലൈൻ പ്രഭാഷണങ്ങളിലൂടെ, സെന്റിനറിയുടെ പ്രചാരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും പ്രധാനപ്പെട്ട മുഴുവൻ സന്ദേശങ്ങളും ഇന്ന് അത് ഒഴുകി നടക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചലിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം ഈ മർക്കസാണ്. അതുകൊണ്ട് മർക്കസുമായുള്ള ഈ ബന്ധം നമ്മുടെ മനസ്സിനെ എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തുന്നു. മർക്കസിനെ സഹായിക്കുമ്പോൾ അത് പ്രസ്ഥാനത്തെയാണ് സഹായിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന ഓരോ പണ്ഡിതനും ആ പഠനം കഴിഞ്ഞ് ഏത് മേഖലയിലാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സർവേ നടത്തിയപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സഖാഫികളിൽ 70% അവർ താലീമിൻ്റെ, തദ്രീസിൻ്റെ, ഇമാമത്തിൻ്റെ മേഖലയിൽ തന്നെയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് സർവേയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇതൊരു കൊല്ലത്തേതാണെങ്കിൽ എല്ലാ കൊല്ലങ്ങളിലേക്കും ഈ സർവേ വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനം അനിവാര്യമാണ്. അതിന് ഇതൊക്കെ നിർവഹിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരുപാട് സഖാഫികൾ ഇന്ന് പ്രവാസികളായതുകൊണ്ട് വി ഹാവ് ടു ഡിപ്പെൻഡ് ദം ആൾസോ. നിങ്ങളെയും കൂടി അവനെ അവലംബിക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം നല്ല ബുദ്ധിയും നല്ല ചിന്താശേഷിയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഗൾഫിലാണ്. അവരുടെ ആ കഴിവൊക്കെ മരുഭൂമിയിൽ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ദ്വേർക്കാം. നല്ല ലേഖനം എഴുതുന്നവർ, നല്ല തദ്രീസ് നടത്തുന്നവർ, നല്ല ചിന്താശേഷിയുള്ളവർ, അവർ കൂടി ജാമിയയുടെ വിഷയത്തിൽ മർക്കസ് കമ്മിറ്റിയോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ന് കാണുന്നതിൻ്റെ ഒരു 10 മടങ്ങ് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ഓരോ ദിവസവും ലോകം വളരുകയാണ്. AI മേഖല ഇന്ന് വളർന്ന് എവിടെ എത്തി? ഒരു രോഗമായാൽ ആ രോഗത്തിന് മരുന്ന് ഡോക്ടറെ സമീപിക്കാതെ തന്നെ നമുക്കിന്ന് പറഞ്ഞു തരുന്നത് ഈ AI-കളാണ്. അത്ര മുന്നേറിയ ഈ കാലത്ത് പുതിയ തലമുറയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവരായി മാറണം. ആ ക്വാളിറ്റിയുടെ രൂപവും സ്വഭാവവും രൂപപ്പെടുത്തേണ്ടതും നിർണയിക്കേണ്ടതും പ്രവാസികളാണ്. കാരണം നിങ്ങളെ അത്ര നേരം വെളുത്ത ഒരു ടീം കേരളത്തിൽ താമസിക്കുന്നവരിലുണ്ടാവില്ല. നിങ്ങൾ അധികവും താമസിക്കുന്നത് വിദേശത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കുവീൻ, ആരോഗ്യം ലഭിക്കും. സാഫിറു തഗനമു, നിങ്ങൾ യാത്ര ചെയ്യുവീൻ, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും. ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൾഫിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾ ചേക്കേറിയത്. ആദ്യമായി ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്നാണ് ചരിത്രം. കാരണം ചാവക്കാട് ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫിലെത്തിയത്. ചാവക്കാട്ടുകാരിൽ കുറേ ഉണ്ട്. ചെയർമാൻ വരെ ചാവക്കാട്ടുകാരനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് തിരൂരിൽ നിന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാസർഗോഡാണ്. അതെല്ലാം കഴിഞ്ഞാണ് ബാക്കി ജില്ല. വയനാട്ടിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ആദ്യം ആളുകൾ കൂടുതൽ ഈ 3 ജില്ലയിൽ നിന്ന് പോകാനുള്ള കാരണം അവിടെയാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ. ഞാൻ ആദ്യം പറഞ്ഞ 3 സ്ഥലത്താണ്. അവിടെയുള്ള ഉസ്താദുമാരെ വയലെന്ന് കേട്ടതാണ് സാഫിറു തൗനമു. അങ്ങനെയാണ് ഗൾഫിൽ മുസ്ലിമീങ്ങൾ കൂടുതലെത്താനുള്ള കാരണം. അങ്ങനെ ഗൾഫിലേക്ക് പോയതോടുകൂടി ഇവിടെ ഉണ്ടായ വികസനങ്ങൾ ബ്രിട്ടീഷുകാരുടെ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ റെയിൽവേ സംവിധാനം ഉണ്ടായത്. അതിനു മുമ്പ് ഇവിടെ റെയിൽവേ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ കണ്ടു, ഇംഗ്ലീഷുകാർ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഇന്ത്യ ഇപ്പോഴും ഇരുട്ടിലായി പോകുമായിരുന്നു എന്ന്. ചില മേഖലകളിൽ അവർ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് പരിക്കേൽപ്പിച്ചു എന്നതുകൊണ്ടാണ് നാം അവരെ വെറുക്കുന്നത്. അല്ലാതെ വികസനത്തിൻ്റെ വിഷയത്തിൽ ഈ രാജ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ പടിഞ്ഞാറ് നാടിലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അൽ അറബു വൽ അറബു, ഒരു പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് അറബാണ്, അതിൽ പുള്ളിയില്ല. അറബിൽ പുള്ളിയുണ്ട്. ആ പുള്ളിക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് പുള്ളിക്കാർ.
അവരുടെ ആ പുള്ളി നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു ഇതെന്ത് പുള്ളിയാണ്. അങ്ങനെ മനസ്സിലായി ഇതൊരു വല്ലാത്ത പുള്ളിയാണ്. ടെക്നോളജിയിലൊന്നും അവരാ മുന്നിൽ. കുരിശ് യുദ്ധത്തിന് ശേഷമാണ് അവർ ഭൗതിക മേഖലയിലും ടെക്നോളജിയിലും ഇംഗ്ലീഷുകാർ മുന്നിലെത്തിയത്. അതിനു മുമ്പ് മുസ്ലിമീങ്ങളായിരുന്നു എല്ലാ മേഖലയും മുന്നിൽ. കുരിശ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, മുസ്ലിമീങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചതും കട്ടെടുത്തതുമാണ് പിന്നീട് യൂറോപ്പ് വികസിപ്പിച്ചെടുത്തത്. പക്ഷെ ഇന്ന് നമ്മൾ അവരെ അവലംബിക്കേണ്ടി വരികയാണ്. അങ്ങനെ അവലംബിച്ച ആ അറിവുകളുടെയും വിജ്ഞാനത്തിൻ്റെയും ടെക്നോളജിയുടെയും മണ്ണാണ് ഇന്ന് അറബ് നാടുകൾ UAE-യിൽ നിന്ന് സ്പേസിലേക്ക് സാറ്റലൈറ്റ് വിട്ടു. കഴിഞ്ഞ കൊല്ലം സാറ്റലൈറ്റുകളെ ആകാശത്തേക്ക് പറഞ്ഞയച്ച ഒരു പ്രധാന രാജ്യമാണ് UAE. വേറെ രാജ്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. അമേരിക്കയും റഷ്യയും ഇന്ത്യയും ഒക്കെ ഇന്ന് ആ മേഖലയിലുണ്ടെങ്കിൽ ഒരു ചെറിയ നാടായ UAE ബഹിരാകാശ ഗവേഷണ വിഷയത്തിൽ എത്തിയെന്നും ഒരാളെ സ്പേസിലേക്ക് അയച്ചു എന്നും പറയുമ്പോൾ അറബ് നാടുകൾ എത്ര വികസിച്ചിട്ടുണ്ട്. ആ അറബ് നാടുകളിൽ താമസിക്കുന്ന പ്രവാസികളായ നിങ്ങളില്ലാത്ത ഒരു മർക്കസ് സങ്കല്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് പുറമേ അതോടൊപ്പം ചേർത്തി വെക്കേണ്ട ഒരു ഘടകമാണ് ഈ അതിൻ്റെ സത്ത വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ ശൈഖുന ഉസ്താദുമായി പ്രവാസികളുടെ ഒരു വലിയ സഹകരണമാണ് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. പിതാക്കൾ മരിച്ചുപോയ കുട്ടികളുടെ വിഷയത്തിൽ അതൊക്കെ സ്വാഭാവികതയുടെ ഭാഗമായിട്ടങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതൊരു ചെറിയതായിട്ട് ആരും കാണരുത്. യതീം കുട്ടികളെന്ന് പറയുമ്പോൾ അത് ചെറിയതായിട്ട് കാണാൻ പാടില്ല. ബാപ്പയുടെ മരണം സംഭവിക്കുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഒലിവർ ട്വിസ്റ്റ് എന്ന ഒരു നോവൽ അത് വായിച്ചാൽ അതിൽ നിന്ന് അത് ബോധ്യപ്പെടും. സാഹിത്യകാരന്മാരുടെ മിക്ക പുസ്തകങ്ങളിലെയും പ്രമേയം ബാപ്പയില്ലാത്ത കുട്ടികളാണ്. നിങ്ങൾ ലൈബ്രറിയിൽ പോയി ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ ആ പുസ്തകത്തിലെ പ്രമേയം, മിക്ക പുസ്തകത്തിലെയും പ്രമേയം ഏതാണ്? ബാപ്പ മരിച്ചുപോയ കുട്ടികളാണ്. ബാപ്പ മരിച്ചുപോയ ഒരു കുട്ടിയാണ് സഹീഹുൽ ബുഖാരി എന്ന ആ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. ബാപ്പയുടെ സാന്നിധ്യം കൂടുതൽ ലഭിക്കാത്ത മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചന നടത്തിയ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ബാപ്പ മരിച്ചുപോയ ഒരു കുട്ടിയാണ്. ഈ ബാപ്പ മരിച്ചുപോയ കുട്ടികൾ ഇത്രയും അവർ വരാനുള്ള കാരണം അവരെ നോക്കി വളർത്തിയ വസിയ്യ് എന്ന മേഖലയിൽ പ്രവർത്തിച്ചവരുടെ കരുത്താണ്. ഗസാലിമാമനെ ഗസാലിമാമാക്കി മാറ്റിയത് അദ്ദേഹത്തെ ഏറ്റെടുത്ത പണ്ഡിതനാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് 12,000 ഓർഫൺസിനെ ഈ മർക്കസ് വളർത്തുകയാണ്. അവർ വീടുകളിലാണ്. ആ കുട്ടികളെ ഉമ്മമാര് മർക്കസിലേക്ക് തരില്ല. കാരണം ഒരു കുട്ടിയേ ഉള്ളൂ ഒരു കുടുംബത്തിൽ. ആ ബാപ്പ മരിക്കുകയാണ്, അല്ലെ 2 കുട്ടിയാണ്. മസ്ഊദ് സഖാഫിയുടെ 3 കുട്ടികൾ മർക്കസിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ വളരുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ പദവി നൽകട്ടെ. ഒരുപാട് അത്തരം മഹാന്മാരായ ഉസ്താദുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, തെങ്ങുകയറ്റ തൊഴിലാളിയുണ്ട്. അവരുടെ മരണത്തോടുകൂടി അവരെ കുട്ടികൾ അനാഥമാകുമ്പോൾ ആ കുട്ടികളെ എടുത്തു കൊണ്ടുപോയി സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നൽകി ബാക്കി ഒന്നും നൽകാതെ തെരുവിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ നമ്മുടെ സ്ഥാപനം അതല്ല ചെയ്യുന്നത്. അവർക്ക് ഇൽമു നൽകി, അവർക്ക് ജോലി പരിശീലിക്കാനുള്ള സന്ദർഭങ്ങൾ നൽകി, അവരെ ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി കൊള്ളാവുന്നവരാക്കി വളർത്തുന്ന സിസ്റ്റം 25,000 തക്കാഫുൽ സ്കീമും 40,000 തക്കാഫുൽ സ്കീമും 1,00,000 രൂപയുടെ തക്കാഫുൽ സ്കീമും ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനീ പറഞ്ഞത്. ഇതൊരു ചെറിയ വിഷയമായി കാണരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളാണ്. അള്ളാഹു നമ്മളെ മക്കളെ യതീമാക്കാതിരിക്കട്ടെ. റിയാദിൽ ഇന്നലെ മരിച്ച അയ്യൂബ് സഖാഫിയുടെ മയ്യിത്ത് വെള്ളിയാഴ്ച കൊണ്ടുവരികയാണ്. അദ്ദേഹം ഒരു ചെറിയ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ടുള്ളൊരു ഫോട്ടോ
ഇപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വളപട്ടണത്ത് കഴിഞ്ഞ ദിവസം ഒരു സഅദി മരണപ്പെട്ടപ്പോൾ ആ സഅദിയുടെ 3 മക്കൾ, യതീം കുട്ടികൾ, ഈ വിനീതൻ അവിടെ ആ വീട്ടിൽ പോയത് 2 ദിവസം കഴിഞ്ഞാണ്. ഹജ്ജിൻ്റെ വേളയിലായിരുന്നു ആ സംഭവം. ആ കുട്ടികളെയും നമ്മൾ ഏറ്റെടുത്തു. ഈ കുട്ടികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇതെല്ലാം നോക്കാൻ ഇവിടെ ഉസ്താദിൻ്റെ എന്താണ് വരുമാനമുള്ളത്? ഉസ്താദ് ചെയ്യേണ്ട ധർമ്മമല്ല ഇത്. മുസ്ലിമീങ്ങളിൽ നിന്ന് കഴിവുള്ളവരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയെങ്കിൽ ആ ദൗത്യം മെല്ലെ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. ഇത് വലിയൊരു ദൗത്യമാണ്. എല്ലാവരുടെയും നെറ്റിയിലൊരു ബോർഡുണ്ട്, ഇന്ന് നീ നാളെ ഞാൻ. ആ ബോർഡ് ആരും കാണാതെ പോകരുത്. ഇന്നത്തെ പണക്കാരൻ നാളെ ദരിദ്രനാണ്, ഇന്നത്തെ ദരിദ്രൻ നാളെ പണക്കാരനാണ്. ഇന്ന് രോഗമില്ലാത്തവൻ നാളെ രോഗിയാണ്, ഇന്ന് രോഗമുള്ളവൻ നാളെ ആരോഗ്യമുള്ളവനായി തിരിച്ചു വരും. ഇതൊക്കെ മനസ്സിലാക്കി കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച്, ആ ചുവരെഴുത്തുകൾ കുറേ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നേരത്തെ നമ്മളെ മുസ്തഫ ദാരിമി ഉസ്താദ് പറഞ്ഞു, നമുക്ക് കുറേ കഥകൾ പറയാനുണ്ട്. തീരാത്ത കഥകളാണ്, തീരാത്ത കഥകളാണ്. ആ കഥകളുടെ പിന്നിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ആത്മാർത്ഥമായി നല്ല ലക്ഷ്യത്തോടുകൂടി ഉസ്താദ് മുന്നിൽ നിന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങളെപ്പോലത്തെ സാദാത്തുക്കൾ നേതൃത്വം നൽകി. മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകി. ആ പടയുടെ ഈ 48 കൊല്ലത്തെ ഈ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ഇഖ്ലാസിന് അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് ഈ കാണുന്ന തൗഫീഖ്. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു തആല കബൂൽ ചെയ്യുന്ന ഏറ്റവും മുന്തിയ സാധനം ഇഖ്ലാസാണ്. ആ ഇഖ്ലാസിന് പകരമായി അള്ളാഹുവിൽ നിന്ന് മനുഷ്യനിലേക്ക് ലഭിക്കുന്ന സമ്മാനമാണ് തൗഫീഖ്. ആ തൗഫീഖുകളുടെ വാതിലുകൾ ഇനി എത്രയോ തുറന്നു കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാർക്കുക. എല്ലാവരുടെയും ജോലിയിൽ നല്ല പ്രമോഷനും ഹലാലായ ശമ്പളങ്ങളും വലിയ സംവിധാനങ്ങളായി വളർത്തി ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വലിയ സംരംഭങ്ങളായി മാറാനൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല അവൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹ് സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ അള്ളാഹു നമ്മളെയും പങ്കാളികളാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.